മനുഷ്യർക്ക് വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ദൈവവചനം ഏറ്റുപറയുക എന്നുള്ളതാണ്. കാരണം ഒരു പ്രശ്നം പരിഹരിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. ദൈവവചനം ഏറ്റുപറയുമ്പോൾ അതിൽ പരിശുദ്ധാത്മാവുണ്ട്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ്. ദൈവനിവേശിതം എന്ന വാക്കിനർത്ഥം ദൈവത്തിന്റെ ശ്വാസമുള്ളത് എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത് ഉച്ഛ്വാസത്തിലൂടെയാണ്. അതായത് ദൈവത്തിന്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് വചനം ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ ഇടങ്ങളിൽ വ്യാപരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ധ്യാന കേന്ദ്രത്തിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രോഗശാന്തി ശുശ്രൂഷയൊന്നും ഇല്ലെങ്കിൽ പോലും മനുഷ്യർ രോഗസൗഖ്യം നേടുന്നു. അതിന് കാരണം അവിടെ വ്യാപരിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലുമൊക്കെ ഈ ദൈവവചനം ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. സാധിക്കുന്നിടത്തോളം സമയം വചനം ഏറ്റുപറയാൻ നമുക്ക് ശ്രമിക്കാം. വചനം വായിക്കുക, വചനം ഉച്ചത്തിൽ വായിക്കുക, അത് ഏറ്റുപറയുക. അത് നമ്മളെ ഒത്തിരി കൃപയിലേക്ക് നയിക്കും. ആത്മാവിന്റെ വലിയൊരു അഭിഷേകം അവിടെ ഉണ്ടാകും. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.